ഹായ് ഹലോ മക്കളെ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. ആൻഡ് നമുക്ക് ഡിലേ ഒന്നും ഇല്ലാതെ നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് നോക്കാം. അപ്പം എന്താണ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മിസ് ഇങ്ങനെ നടക്കുകയാണ് അല്ലേ? അപ്പോൾ ഇത് ഒരു മൂവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് മൂവ്മെൻ്റ് ആണെന്ന്? അതുപോലെ ഞാൻ എൻ്റെ കൈയും കാലും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതെല്ലാം എന്താണ്? മൂവ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഒരു ബോഡിയിൽ തന്നെ ഒരു ഓർഗൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ദ ആക്ട് ഓഫ് ചേഞ്ചിങ് പ്ലേസ് ഓർ പൊസിഷൻ ഓഫ് ആൻ ഓർഗാനിസം ഇൻ റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് ഈസ് കോൾഡ് മൂവ്മെൻറ്റ്. അപ്പം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്റ്റിമുലസിൻ്റെ ആ ഒരു റെസ്പോൺസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ആ ഒരു ചേഞ്ച് ഓഫ് പൊസിഷനെ മൂവ്മെൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂവ്മെൻറ്റും ലോക്കോമോഷനും ഒന്നാണോ? ഒരിക്കലും അല്ല അല്ലേ? ഒരിക്കലും അല്ലാന്നല്ല, എല്ലാ ലോക്കോമോഷനും മൂവ്മെൻ്റ് ആണ്. പക്ഷേ എല്ലാ മൂവ്മെൻറ്റും ലോക്കോമോഷൻ അല്ല എന്ന് പറയാം. കാരണം ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ബോഡി കംപ്ലീറ്റ്ലി വേറൊരു സ്ഥലത്തോട്ട് ചേഞ്ച് ഇൻ പൊസിഷൻ സംഭവിക്കുമ്പോൾ മാത്രമേ അതിനെ ലോക്കോമോഷൻ എന്ന് വിളിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിവിടെ കുറച്ച് ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് നോക്കാം. ഏതൊക്കെയാണ്? സീലിയ, പാരമീസിയം എന്ന് പറയുന്ന ആ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറാണ്, ലോക്കോമോട്ടറി സ്ട്രക്ചറാണ് എന്ത് പറയുന്നത്? സീലിയ എന്ന് പറയുന്നത്. ആൻഡ് ടെൻറ്റക്കിൾസ് ആരുടെയാണ്? പോരട്ടെ, ഹൈഡ്രയുടെയാണ് ടെൻറ്റക്കിൾസ് അല്ലേ? അതുപോലെ തന്നെ ലിംസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ, കാലുകൾ, 4 limbs ആൻഡ് ഹിൻഡ് ലിംസ് എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൽ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ലോക്കോമോഷൻസും മൂവ്മെൻറ്റ്സ് ആണ്. ബട്ട് എല്ലാ മൂവ്മെൻറ്റ്സും എന്തല്ല? ലോക്കോമോഷൻ അല്ല. കാരണം നമ്മൾ ഈ മൂവ് ചെയ്യുന്നതിനെ എല്ലാത്തിനെയും കൂടെ ചേർന്നാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് ഓർഗാനിസത്തിൻ്റെ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. അത് ക്ലിയർ അല്ലേ മക്കളെ? ആൻഡ് അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സിലേക്ക് പോകാം. എന്തൊക്കെയാണ് മൂവ്മെൻറ്റ്സിൻ്റെ ടൈപ്പ് എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ എന്താണ്? അമീബോയിഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ? അമീബ മൂവ് ചെയ്യുന്നത് പോലെയാണ് ഈ അമീബോയിഡ് മൂവ്മെൻറ്റ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? അമീബയ്ക്ക് സ്യൂഡോപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം വഴിയാണ് അവർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അമീബോയിഡ് മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ ആരായിരിക്കും? ഓഫ് കോഴ്സ് അമീബ വരും അല്ലേ? അമീബ വരും. ആൻഡ് മാക്രോഫേജസ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ? നമ്മൾ ആ ഒരു വിഴുങ്ങി നശിപ്പിക്കുന്ന ആ ഒരു ഇതാണ് മാക്രോഫേജസ്. നമ്മുടെ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൊക്കെ വരുന്നതാണ്. ആൻഡ് അത് നമ്മുടെ അമീബോയിഡ് മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. ആൻഡ് ല്യൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ WBC സെൽസ് എന്താണ്? അമീബോയിഡ് മൂവ്മെൻറ്റ് കാണിക്കുന്ന ആൾക്കാരാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സീലിയറി മൂവ്മെൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ സീലിയറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയാണ് അത് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ സീലിയറി മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ പാരമീഷിയം എന്ന് പറയുന്നത്. ആൻഡ് സീലിയറി മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതായത് സ്ത്രീകളിൽ, ഫീമെയിൽസിൽ എവിടെയാണ് നടക്കുന്നത്? ഓവിഡക്റ്റിൽ, നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫ് ഓവം. നമുക്കറിയാം ഓവം എന്ന് പറയുന്ന സാധനം നോൺ മോട്ടൈൽ ആണെന്ന് അറിയാം എല്ലാവർക്കും. അപ്പോൾ ഈ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഓവത്തിന് ഈ ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ ചുറ്റുമുള്ള സെൽസ് എല്ലാം സീലിയറി മൂവ്മെൻറ്റ് ചെയ്ത് ആ ഒരു മൂവ്മെൻറ്റിലൂടെയാണ് നമ്മുടെ ഓവം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സീലി ഓഫ് ട്രക്കിയ ഹെൽപ്സ് ടു റിമൂവ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ആസ് മൈക്രോബ്സ്. അപ്പം മൈക്രോബ്സിനെയും ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും ഒക്കെ നമ്മുടെ ഈ റെസ്പിറേറ്ററി ആ ഒരു ട്രക്കിയ അല്ലേ? റെസ്പിറേറ്ററി ആ ഒരു ഓർഗനാണ് ട്രക്കിയ എന്ന് പറയുന്നത്. ആ ഒരു പാത്വേയിലുള്ള നമ്മുടെ അകത്തോട്ട് ചെല്ലുന്ന ഡസ്റ്റും പൊല്യൂഷനും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ അകത്തോട്ട് ചെല്ലുന്ന മൈക്രോബ്സിനെയും അതുപോലെ തന്നെ ഡസ്റ്റിനെയും ഒക്കെ പുറന്തള്ളാനും ഈ സീലിയറി മൂവ്മെൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ സീലിയറി മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് ഹ്യൂമൻ ബോഡിയിൽ ചോദിക്കുകയാണെങ്കിൽ മക്കൾ ഏതെഴുതണം? നമ്മുടെ ഓവത്തിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ട്രക്കിയയിലുള്ള ഡസ്റ്റ് ആൻഡ് മൈക്രോബ്സിനെ പുറന്തള്ളുന്നതുമാണ് എഴുതേണ്ടത്. ആൻഡ് അടുത്തതായിട്ട് വരുന്നത് ഫ്ലജെല്ലാർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട് മക്കളെ? ഫ്ലജെല്ല ഉണ്ടല്ലേ? ഫ്ലജെല്ല ഉള്ള മൂവ്മെൻ്റ് ആണ്. അതിൽ ഫ്ലജെല്ലയുടെ ഹെൽപ്പോട് കൂടിയുള്ള മൂവ്മെൻ്റ് ആണ് ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലജെല്ലാർ മൂവ്മെൻറ്റ്സ് കാണിക്കുന്നത് പ്രോട്ടോസോവൻസ് ലൈക്ക് യുഗ്ലീന എന്ന് പറയുന്ന പ്രോട്ടോസോവൻ ആണ്. അതെങ്ങനെയാണ്? ഒരു ഫ്ലജെല്ല ഉണ്ടാവും, 1 2 അല്ലെങ്കിൽ ഒരു ചെറിയ ബഞ്ച് ഓഫ് ഫ്ലജെല്ലയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. സീലിയ എന്ന് പറഞ്ഞാൽ ബോഡി ഫുൾ കവർ ചെയ്തിട്ടാണ് കാണുക. പക്ഷേ ഫ്ലജെല്ല അങ്ങനെയല്ല. ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിപ്പിലോ അല്ലെങ്കിൽ ബോത്ത് ടിപ്സിലോ നമുക്ക് എന്താ കാണാനായിട്ട് പറ്റും? ഫ്ലജെല്ല കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫ്ലജെല്ലേൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻ ഹ്യൂമൻ ബോഡി ഫ്ലജെല്ലാർ മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ്
നമ്മുടെ സ്പെമാറ്റോസോയൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ സീലിയറി മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ നമ്മുടെ ഓവത്തിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിൽ ഫ്ലെജല്ലാർ മൂവ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ ആരാണ്? നമ്മുടെ സ്പെമാറ്റോസോയൻ്റെ മൂവ്മെൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മസ്കുലർ മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ മസ്കുലർ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ടുണ്ടാവുന്ന മൂവ്മെൻറ്റ്സിനെയാണ്, അതായത് നമ്മുടെ മസിൽ ഫൈബേഴ്സിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനുമാണ് മസ്കുലർ മൂവ്മെൻറ്റ്സിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് നമ്മുടെ മൂവ്മെൻറ്റ് ഓഫ് ലിംസ്, അതായത് നമ്മുടെ ഫോർ ലിംസ്, ഹിൻ ലിംസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് എന്തിൽ വരുന്നതാണ്? മസ്കുലർ മൂവ്മെൻറ്റിൽ വരുന്നതാണ്. പിന്നെ ജോയുടെ മൂവ്മെൻറ്റ്സ് അല്ലേ, ഈ ജോസ് ഒക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നമ്മുടെ മസ്കുലർ മൂവ്മെൻറ്റിൽ വരുന്നതാണ്. ടങ്ങിൻ്റെ മൂവ്മെൻറ്റും മസ്കുലർ മൂവ്മെൻ്റ് ആണ്. ടങ്ങിൽ നമുക്ക് എല്ല് കാണാൻ പറ്റില്ല, എന്താ പറയുക, എല്ലില്ലാത്ത അവയവം എന്നൊക്കെയല്ലേ നമ്മൾ നാക്കിന് പറയുന്നത്. അപ്പോൾ ഈ ടങ്ങിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മസ്കുലർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ മസ്കുലർ മൂവ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മസിലിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പം മസിൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ആണ് ആൻഡ് മീസോഡെർമലി ഒറിജിനേറ്റഡ് ആണ്. അപ്പം മീസോഡെർമലി ഒറിജിനേറ്റഡ് എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ആ ഒരു ലെയേഴ്സ് ഉണ്ട് അല്ലേ, മീസോഡം, എൻഡോഡം, എക്ടോഡം എന്ന്. അതിൽ നിന്ന് മീസോഡേമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് മസിൽ എന്ന് പറയുന്ന ടിഷ്യൂ. ആൻഡ് ഈ മസിലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എക്സൈറ്റബിലിറ്റി ഉണ്ട്, കോൺട്രാക്റ്റിലിറ്റി ഉണ്ട്, എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ട്, ഇലാസ്റ്റിസിറ്റി ഉണ്ട് അല്ലേ. ഭയങ്കര പ്രാസത്തിലാണ് അത് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ 40 to 50% നമ്മുടെ ബോഡി വെയ്റ്റും മസിൽ വെയ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് ടൈപ്സ് ഓഫ് മസിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മസിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കൂ. സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ അല്ലേ. അപ്പോൾ സ്കെലിറ്റൽ മസിലും സ്മൂത്ത് മസിലും കാർഡിയാക് മസിലുമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസിൽസ്. അപ്പോൾ ഈ സ്മൂത്ത് മസിലിനെ തന്നെ നമ്മൾ വിസറൽ മസിൽസ് എന്നും വിളിക്കും. പിന്നെ നമ്മുടെ സ്കെലിറ്റൽ മസിൽസിനെ തന്നെ നമ്മൾ സ്ട്രയേറ്റഡ് മസിൽസ് എന്നും വിളിക്കും. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്കെലിറ്റൽ മസിലിലോട്ട് പോകാം. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്കെലിറ്റൽ മസിലിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ സ്കെലിറ്റൽ മസിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽസ് എപ്പോഴും ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുക അല്ലേ. ആൻഡ് നമ്മുടെ ടെൻഡൻസ് വഴിയാണ് ബോൺസുമായിട്ട് മസിൽസ് അറ്റാച്ച് ചെയ്യുന്നത്. ആ സ്ട്രക്ചറിൻ്റെ പേര് വെരി 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 ഇമ്പോർട്ടൻറ്റ്, ടെൻഡൻ എന്നാണ്. ആൻഡ് അവരുടെ അപ്പിയറൻസ് എങ്ങനെയാണ് മക്കളെ? നമ്മുടെ സ്കെലിറ്റൽ മസിലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതിൻ്റെ അപ്പിയറൻസ്. സ്ട്രയേറ്റഡ് ആണ്, ദേ ആർ സ്ട്രയേറ്റഡ്. ഇങ്ങനെ നമുക്ക് മാന്തിയതുപോലെയുള്ള പാടുകളൊക്കെ അവിടെ കാണാൻ പറ്റുന്നില്ലേ, അതിനെയാണ് സ്ട്രയേഷൻസ് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രയേറ്റഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരെന്തുവാ? സ്ട്രയേറ്റഡ് മസിൽ എന്നും നമ്മൾ സ്കെലിറ്റൽ മസിലിനെ വിളിക്കാറുണ്ട്. ആൻഡ് ഇവരെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ടോ? യെസ്, ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഒരു സെല്ലിൽ തന്നെ കൂടുതൽ ന്യൂക്ലിയസ് കാണാൻ പറ്റും അല്ലേ, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പോൾ സ്കെലിറ്റൽ മസിലിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ആൻഡ് നമുക്ക് നമ്മുടെ ഈ കൈയും കാലൊക്കെ അനക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണ്ടേ, നമ്മൾ വിചാരിച്ചു എനിക്ക് ആ സാധനം എടുക്കണം അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് മൂവ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത് മൂവ്മെൻറ്റ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് ആൻ വോളണ്ടറി ആക്ഷൻ. അതൊരു വോളണ്ടറി ആക്ഷൻ ആയതുകൊണ്ട് ആ മസിൽസിനെ നമ്മൾ വോളണ്ടറി മസിൽസ് എന്നും വിളിക്കുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ വോളണ്ടറി മസിൽസ് ആയിട്ടുള്ള ഒരേ ഒരു മസിലാണ് നമ്മുടെ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുന്നത് സ്കെലിറ്റൽ മസിലാണ്. അപ്പോൾ സ്കെലിറ്റൽ മസിൽസിൻ്റെ പ്രത്യേകതകൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളാം. ദേ ഹാവ് സ്ട്രയേഷൻസ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, ആൻഡ് എന്താണ്? ഇൻവോളണ്ടറി ആക്ഷൻ ആണോ? അല്ല, വോളണ്ടറി ആക്ഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്കെലിറ്റൽ മസിലിൽ പ്രധാനമായിട്ടും വരുന്നത്. ആൻഡ് അടുത്ത മസിൽ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിലാണ് അല്ലേ. അപ്പോൾ സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ വിസറൽ മസിൽസ്, കാരണം എന്താണ്? വിസറൽ ഓർഗൻസിലാണ് ഈ മസിൽസ് കൂടുതലായിട്ടും കാണപ്പെടുക. അപ്പോൾ വിസറൽ ഓർഗൻസ് എന്ന് പറയുമ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട, ഇൻറ്റേർണൽ ഓർഗൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുക ഈ മസിൽസിനെ. അപ്പോൾ ഈ മസിൽസിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ടോ, ഇവിടെ ഷേപ്പ് കണ്ടോ, ഒരു സ്പിൻഡിൽ ഷേപ്പാണ് ഇവർക്കുള്ളത്. ആൻഡ് ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ടോ? യെസ്, ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഇവരുടെ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർ യൂണി ന്യൂക്ലിയേറ്റഡ് ആണ് അല്ലേ. യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, കാരണം ഒരു സെല്ലിനകത്ത് ഒറ്റ ന്യൂക്ലിയസ് മാത്രമേ ഇവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ആൻഡ് ഇവരിൽ നമുക്ക് സ്ട്രയേഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ സ്മൂത്ത് മസിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് സ്ട്രയേറ്റഡ് ഇല്ല, നോൺ സ്ട്രയേറ്റഡ് മസിലാണ്. പിന്നെ പറഞ്ഞു നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിലാണ് ഈ മസിൽസ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് നമ്മളാണോ കൺട്രോൾ ചെയ്യുന്നത്?
ഒരിക്കലും അല്ല. അതൊക്കെ നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസിൽ വരുന്നതാണ്. അപ്പോൾ ഈ മസിൽസിനെ നമുക്ക് ഇൻവോളണ്ടറി മസിൽസ് എന്ന് വിളിക്കാം. കാരണം എന്താണ്? ഇതിൻ്റെ ആക്ഷൻ ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. അപ്പോൾ ഈ മസിൽസിൻ്റെ പ്രത്യേകതകൾ എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞോളൂ. എന്തൊക്കെയാണ്? സ്പിൻഡിൽ ഷേപ്പാണ്, യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, ആൻഡ് സ്മൂത്ത് മസിൽസിന് സ്ട്രയേഷൻ ഇല്ല, നോൺ സ്ട്രയേറ്റഡ് മസിലാണ്, ആൻഡ് ഇതിന് ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ വിസറൽ മസിൽസിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ മസിലാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്ന മസിലാണ്. അപ്പോൾ കാർഡിയാക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലോട്ട് ഓടി വരും ആരാണ്? യെസ്, ഹാർട്ടാണ് അല്ലേ. അപ്പോൾ കാർഡിയാക് മസിൽ എവിടെ കാണപ്പെടുന്നതാണ്? ഹാർട്ടിൽ മാത്രം കാണപ്പെടുന്ന മസിൽസ് ആണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർഡിയാക് മസിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ സ്ട്രയേറ്റഡ് മസിൽ അഥവാ നമ്മുടെ സ്കെലിറ്റൽ മസിലുമായിട്ടും അതുപോലെ തന്നെ സ്മൂത്ത് മസിലുമായിട്ടും രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ കാർഡിയാക് മസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാർഡിയാക് മസിലിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. നമ്മുടെ കാർഡിയാക് മസിൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ആരുടെ ഷേപ്പ് പോലെയാണ് ഇരിക്കുന്നത്? നമ്മുടെ സ്കെലിറ്റൽ മസിലിൻ്റെ ഷേപ്പ് പോലെയാണ്, സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഇത് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ആ യൂണി ന്യൂക്ലിയേറ്റഡ് എന്ന് പറയുന്നത് സ്മൂത്ത് മസിലിൻ്റെ ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ സ്മൂത്ത് മസിൽ പോലെ യൂണി ന്യൂക്ലിയേറ്റഡ് ആണ് നമ്മുടെ കാർഡിയാക് മസിൽ. ആൻഡ് ഇവരിൽ സ്ട്രയേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതാരുടെ പ്രത്യേകതയാണ്? നമ്മുടെ സ്കെലിറ്റൽ മസിലിൻ്റെ പോലെ സ്ട്രയേഷൻസ് കാണുന്നുണ്ട്. ആൻഡ് ഇവരുടെ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേ ആർ ഇൻവോളണ്ടറി ആക്ഷൻസ്. കാരണം ഹാർട്ടിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്വയമായി കൺട്രോൾ ചെയ്യുന്നതല്ല, ഹാർട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നതാണ്. സോ ദേ ആർ ഇൻവോളണ്ടറി ഇൻ നേച്ചർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ കാർഡിയാക് മസിൽസിൻ്റെ കാര്യങ്ങൾ. ഇത് മിക്സിംഗ് അപ്പ് ഓഫ് ദ സ്കെലിറ്റൽ മസിൽ ആൻഡ് സ്മൂത്ത് മസിൽ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ആൻഡ് ഇതാണ് അതിൻ്റെ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൽ മസിൽ നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മുടെ കൈകളിൽ, കാലുകളിലൊക്കെയാണ് കൂടുതലായിട്ട്, നമ്മുടെ പുറത്ത് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സ്മൂത്ത് മസിൽസ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ കാണുന്നു. ആൻഡ് കാർഡിയാക് മസിൽ നമുക്ക് ഹാർട്ടിലാണ് കാണുന്നത്. ഓക്കെ, ഇനി ഒരു സ്കെലിറ്റൽ മസിലിൻ്റെ സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ നമുക്ക് പോയി നോക്കാം. അപ്പോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുറേ മസിൽ ഫൈബേഴ്സും അതുപോലെ തന്നെ ഈ മസിൽ ഫൈബേഴ്സ് എല്ലാം ചേർത്ത് മസിൽ ബണ്ടിൽസും ഒക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മുടെ ഈ ഈർക്കിലി ചൂലുണ്ടല്ലോ, ഈർക്കിലി ചൂലുകൾ ഇങ്ങനെ കുറേ എണ്ണം അടുക്കി വെച്ചിട്ട് അതിനെ എല്ലാത്തിനെയും കൂടി ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചതായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് സങ്കല്പിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോരോ ആ ഒരു ബണ്ടിലിനെ നമ്മൾ എന്ത് വിളിക്കും? ഫാസിക്കിൾ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഓരോരോ ബണ്ടിലിനെ നമ്മൾ ഫാസിക്കിൾ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ഓരോരോ ഈർക്കിളികളുണ്ടല്ലോ, അതിനെ നമ്മൾ മസിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ മസിൽ സെൽസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് സ്കെലിറ്റൽ മസിൽ കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ഫിസിയോളജിക്കൽ യൂണിറ്റ്സ് കോൾഡ് മസിൽ ഫൈബേഴ്സ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റിനെ പറയുന്ന പേരാണ് ദ മസിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ മസിൽ സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മസിൽ ഫൈബേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കെട്ടിനെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഫാസിക്കിൾ എന്ന് വിളിക്കും. ആൻഡ് ഈ ഫാസിക്കിൾസ് എല്ലാം കൂടെ ചേർത്ത് വെക്കുന്ന ആ ഒരു എക്സ്റ്റേണൽ ലെയറിനെ നമ്മൾ ഫാഷിയ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. നമ്മുടെ ഫാസിക്കിൾസും അതിനെ കവർ ചെയ്തിരിക്കുന്ന ഫാസിയ എന്ന് പറയുന്ന ആ ഒരു ലെയറും. ദെൻ അതിൻ്റെ അകത്താണ് നമുക്ക് മസിൽ ഫൈബേഴ്സ് കാണാൻ പറ്റുന്നത്. ആൻഡ് അവർക്ക് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഓഫ് കോഴ്സ് ദേ ഹാവ് പ്ലാസ്മ മെംബ്രെയിൻ. സൈറ്റോപ്ലാസം ഉണ്ട്. ഈ സൈറ്റോപ്ലാസത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സാർക്കോപ്ലാസം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അവിടുത്തെ പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ സാർക്കോലെമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാത്തിനെയും കൂടുതൽ ഒരു സാർക്കോ നിങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് മസിലിൻ്റെ സെൽസിലെ ആ ഒരു മെമ്പേഴ്സിൻ്റെ ആൾക്കാരെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് വിളിക്കും? നമ്മൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞു? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. സാർക്കോലെമ്മ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിന് അവിടെ പറയുന്നത് സാർക്കോപ്ലാസം എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത്. ആൻഡ് ഈ മസിൽസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം മക്കളെ? കാൽഷ്യം വേണം അല്ലേ. കാൽഷ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മസിൽസ് ടിഷ്യൂവിൻ്റെ കാര്യങ്ങളിൽ. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രേറ്റഡ് അപ്പിയറൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്? ആക്റ്റിനും മയോസിനും. ഈ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. അതിൻ്റെ ആ ഒരു പ്രസൻസ് കൊണ്ടാണ് ആ സ്ട്രയേഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആക്റ്റിൻ എന്ന് പറയുന്നത് തിന്നായിട്ടുള്ള ഫിലമെൻറ്റും മയോസിൻ എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള ഫിലമെൻറ്റുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ
ഒരു നമ്മുടെ ആക്റ്റിനും മയോസിനും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ തിൻ ഫിലമെൻറ്റ് കണ്ടില്ലേ, അതിനെയാണ് നമ്മൾ ആക്റ്റിൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് തിക്ക് ഫിലമെൻറ്റ് ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നതാണ് മയോസിൻ ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ബാൻഡൊക്കെ കാണാം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയാം. നമ്മളിവിടെ ഐ ബാൻഡ് എന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മസിൽ ടിഷ്യൂവിൽ ഐ ബാൻഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആക്റ്റിൻസിനെ മാത്രമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക അല്ലേ. ലൈറ്റ് ബാൻഡ് മാത്രം കാണുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഐസോട്രോഫിക് ബാൻഡ് അല്ലെങ്കിൽ ഐ ബാൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി എ ബാൻഡ് കണ്ടില്ലേ മക്കളെ, എ ബാൻഡിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിക്കേ. നമുക്ക് മയോസിനെയും ആക്റ്റിനെയും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, രണ്ടും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ അനൈസോട്രോഫിക് ബാൻഡ് അല്ലെങ്കിൽ നമ്മുടെ എ ബാൻഡ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഇടയിലായിട്ട് കാണപ്പെടുന്ന, അതായത് നമ്മുടെ ഐ ബാൻഡിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ആ ഒരു ഫൈബറിനെയാണ് നമ്മൾ നമ്മുടെ സെഡ് ലൈൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആ ലൈനാണ് സെഡ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എ ബാൻഡിൻ്റെ ഇടയിലൂടെയും ഒരു ലൈൻ കടന്നു പോകുന്നുണ്ട്, അതിനെ നമ്മൾ എം ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇതിനകത്ത് വരുന്നത് സെഡ് ലൈൻ ആണ്. സെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഐ ബാൻഡ് ആണ്. ആൻഡ് നമ്മുടെ ആ ഒരു ഐ ബാൻഡ്സിൽ വരുന്ന ആരാണ്, ആക്റ്റിനാണ്. അപ്പോൾ ആക്റ്റിനെ എല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത്, ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്തിലാണ്, അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ സെഡ് ലൈനിലാണ്. ആൻഡ് ഡാർക്ക് ബാൻഡ് അല്ലെങ്കിൽ എ ബാൻഡ് അല്ലെങ്കിൽ അനൈസോട്രോഫിക് ബാൻഡിൽ അവിടെ ഡാർക്ക് കളറിന് കാരണം എന്താണ്, മയോസിനാണ്. അത് തിക്ക് ഫിലമെൻ്റ് ആണ്. ആൻഡ് അതുകൊണ്ട് നമ്മുടെ എം ലൈൻ വരുന്നുണ്ട്. അപ്പോൾ എം ലൈനാണ് ഈ അനൈസോട്രോഫിക് ബാൻഡ്സിനെ എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് സാർക്കോമിയർ എന്ന് നമുക്കിവിടെ കാണാം അല്ലേ. സാർക്കോമിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെഡ് ലൈൻ മുതൽ അടുത്ത സെഡ് ലൈൻ വരെയുള്ള ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മയോഫൈബ്രിൽ എന്ന് പറയുന്നത്. ഒരു മയോഫൈബ്രിൽ എടുത്താൽ അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റിൻ്റെ പേരെന്തുവാ, സാർക്കോമിയർ ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ദെൻ എച്ച് സോൺ എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. എച്ച് സോൺ നമുക്കിവിടെ കാണാം. ഈ എച്ച് സോൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അനൈസോട്രോഫിക് ബാൻഡ് അല്ലെങ്കിൽ എ ബാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ആക്റ്റിൻ ഇല്ലാത്തൊരു ഏരിയ കാണുന്നില്ലേ, അതായത് മയോസിൻ മാത്രമായിട്ടുള്ള ഒരു ഏരിയ നമുക്കിത് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ എച്ച് സോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതെല്ലാം കൂടെ ചേർത്ത്, അതായത് ആക്റ്റിനും മയോസിനും കാണപ്പെടുന്ന ആ ഒരു ഇത്രയും ഏരിയയ്ക്കാണ് നമ്മൾ എ ബാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ആക്റ്റിൻ മാത്രം കാണുന്ന ഏരിയയ്ക്കാണ് നമ്മൾ ഐ ബാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ബാൻഡ് എന്ന് പറയും. ഈ എ ബാൻഡിനെ ഡാർക്ക് ബാൻഡ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ആക്റ്റിൻ ഫിലമെൻറ്റ്സിലോട്ട് പോവുകയാണെങ്കിൽ ആക്റ്റിൻ ഫിലമെൻറ്റ്സിൽ നമ്മുടെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ കമ്പണൻസ് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കുറേ മുത്ത് പോലെ കാണത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ മുത്തിനെയും നമ്മൾ എന്ത് വിളിക്കും, ജി ആക്റ്റിൻ എന്നാണ് വിളിക്കുക. ജി ആക്റ്റിൻ അല്ലെങ്കിൽ ഗ്ലോബുലാർ ആക്റ്റിൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഇങ്ങനെ എല്ലാ ഈ മുത്ത് കോർത്തിട്ടുള്ള ഈ ഒരു ലെയറിനെ, ആ ഒരു മുത്തുമാലയെ നമ്മൾ എന്ത് വിളിക്കും, ഒറ്റ ലെയറിനെ നമ്മൾ എന്താ വിളിക്കുക, എഫ് ആക്റ്റിൻ അല്ലെങ്കിൽ ഫിലമെൻറ്റസ് ആക്റ്റിൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ. അപ്പോൾ രണ്ട് എഫ് ആക്റ്റിനുകൾ ഇങ്ങനെ ചുറ്റി പണഞ്ഞു ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ രണ്ട് എഫ് ആക്റ്റിൻ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലൂടെ ഒരു കയറ് പിരിഞ്ഞ പോലെ ഒരാൾ പോകുന്നുണ്ടോ, യെസ് കണ്ടില്ലേ. ആ കയറ് പിരിഞ്ഞ പോലെ പോകുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രോപ്പോമയോസിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ട്രോപ്പോമയോസിൻ എന്ന് പറയുന്നത്. ആൻഡ് അത് കൂടാതെ തന്നെ നമുക്ക് കുറേ മുത്തുമണികളായിട്ടുള്ള ആളുകളെ കാണാം അല്ലേ. ചെറിയ ഇങ്ങനെ ഒരു 3 ഇങ്ങനെ കാണാനായിട്ട് പറ്റും, മുത്തുമണികൾ പോലെ. അതിനെ നമ്മൾ എന്ത് വിളിക്കും, ട്രോപ്പോണിൻ എന്ന് വിളിക്കും. അപ്പോൾ ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ആക്റ്റിൻ ഫിലമെൻ്റ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നതാണ്. ആൻഡ് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് മയോസിൻ ഫിലമെൻറ്റിലോട്ടാണ്. ഈ കാണുന്ന ആളാണ് നമ്മുടെ മയോസിൻ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഡാർക്ക് ബാൻഡ് എന്ന് പറയുന്നില്ലേ, അതാണ് നമ്മുടെ മയോസിൻ ഫിലമെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പാമ്പുകൾ ഇങ്ങനെ ചുറ്റി, 2 മൂർഖൻ പാമ്പ് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ തല നിവർത്തി നിൽക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് മയോസിൻ ഫിലമെൻറ്റിൽ കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് 2 ടൈപ്പ് മയോസിൻ ഉണ്ട്. എന്താണ്, നമ്മുടെ മയോസിൻ്റെ മോണോമേഴ്സ് ആണ് മീറോമയോസിൻ എന്ന് പറയുന്നത്. മോണോമെറിക് പ്രോട്ടീൻസ് കോൾഡ് മീറോമയോസിൻ. അതായത് മീറോമയോസിൻ എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ മയോസിൻ ഫിലമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് മീറോമയോസിൻസ് ഉണ്ട്. ഒന്ന് ഹെവി മീറോമയോസിൻ. അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്, വളരെ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ളതാണ് എന്നതാണ്.
അപ്പോൾ ഹെവി മീറോമയോസിൻ ആണ് ഈ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത്. ഈ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഹെവി മീറോമയോസിൻ ആണ്. ആൻഡ് ടെയിൽ റീജിയൻ എന്താണ്? ലൈറ്റ് മീറോമയോസിൻ ആണ്. അപ്പോൾ ഈ നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഹെഡ് റീജിയനാണ് ഹെവി മീറോമയോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ വരുന്നത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിലോട്ടാണ്, വിച്ച് ഇസ് ദ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് ഈ മസിൽ കോൺട്രാക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മസിൽ കോൺട്രാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു സാധനം ഇവിടുന്ന്, ഇപ്പോൾ ഒരു പെൻ എനിക്ക് ഇവിടുന്ന് എടുക്കണമെങ്കിൽ എൻ്റെ ഈ ഒരു കയ്യിലുള്ള മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് നമുക്ക് ആ ഒരു സിഗ്നൽ തരുന്നത് അല്ലേ. സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് സിഗ്നൽ തരുന്നത്. അപ്പോൾ ആ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ സാർക്കോലെമ്മയിൽ എന്തുണ്ടാവും മക്കളെ? കാൽഷ്യം ഉണ്ടാവും. അപ്പോൾ കാൽഷ്യം ഇങ്ങനെ ഈ സമയത്ത്, ഈ ഒരു സിഗ്നൽ വരുന്ന സമയത്ത് നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സിഗ്നൽ വരുന്ന ആ ഒരു ഏരിയയും നമ്മുടെ മസിൽസ് ആ രണ്ട് പേരും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ മോട്ടോർ എൻഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇത് മസിലാണെന്ന് കരുതുക, ആൻഡ് ഇതാണ് നമ്മുടെ ന്യൂറോൺ. ഓക്കെ, മിസ് ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ന്യൂറോൺ ഇരിക്കുകയാണ്. അപ്പം ന്യൂറോൺസിൽ നിന്നാണല്ലോ വരുന്നത്, സിനാപ്റ്റിക് നോബ് വഴിയാണ് വരുന്നത്. അപ്പം ഇവിടെ ഒരു എൻഡ് പ്ലേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. നമ്മുടെ മസിൽസുമായിട്ട് നമ്മുടെ ന്യൂറോൺസ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനെ എന്താ വിളിക്കുന്നത്? നമ്മുടെ മോട്ടോർ എൻഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ എത്തുമ്പോൾ നമ്മുടെ സാർക്കോലെമ്മ, മസിൽ ഫൈബറിനകത്ത് കാണുന്ന സാർക്കോലെമ്മ എന്ത് ചെയ്യും? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ മോട്ടോർ എൻഡ് പ്ലേറ്റിൽ എത്തുമ്പോൾ നമ്മുടെ സാർക്കോലെമ്മയിൽ നിന്നും സാർക്കോലെമ്മയ്ക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെ മസിൽ അനക്കിക്കോളൂ അല്ലെങ്കിൽ മസിൽ കോൺട്രാക്റ്റ് ചെയ്തോളൂ എന്നതിനൊരു ഇത് കിട്ടും അല്ലേ. അപ്പോൾ ആ സമയത്ത് ഇവിടെ സാർക്കോപ്ലാസത്തിൽ നിന്നും കാൽഷ്യം അയോൺസ് റിലീസ് ഓഫ് കാൽഷ്യം അയോൺസ് ഇൻ ടു ദ സാർക്കോപ്ലാസം. അപ്പോൾ ഈ സാർക്കോലെമ്മ നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും സാർക്കോപ്ലാസത്തിലോട്ട് എന്ത് റിലീസ് ചെയ്യുന്നു? കാൽഷ്യം റിലീസ് ചെയ്യുന്നു മക്കളെ. അപ്പോൾ ഈ കാൽഷ്യം റിലീസ് ചെയ്താൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആക്റ്റിൻ ഉണ്ടല്ലോ, ആക്റ്റിൻ്റെ ഫിലമെൻറ്റിൽ കാണുന്ന ഈ ആൾക്കാർ, അതായത് നമ്മുടെ ട്രോപ്പോണിൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ട്രോപ്പോണിൻസ് അവിടെ നിന്ന് അങ്ങ് മാറും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ കാൽഷ്യത്തിൻ്റെ കൂടെ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഈ ട്രോപ്പോണിൻസ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ നമ്മുടെ ആക്റ്റിനിൽ മയോസിൻ ബൈൻഡിങ് സൈറ്റുകളുണ്ട്. ആ മയോസിൻ ബൈൻഡിങ് സൈറ്റുകളെ മറച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ ട്രോപ്പോണിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രോപ്പോണിൻ അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുക, അതായത് നിങ്ങൾ എന്നെ ഇത് ബൈൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ സ്റ്റിമുലസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? കാൽഷ്യം ഇങ്ങനെ വരും. കാൽഷ്യം വന്നിട്ട് ഈ ട്രോപ്പോണിനെ കൂട്ടിക്കൊണ്ടിങ്ങനെ പോകും. അപ്പോൾ എന്താവും? ആ ഒരു ഏരിയ നമ്മുടെ ബൈൻഡിങ് സൈറ്റുകൾ ഓപ്പൺ ആവും. നമ്മുടെ ആക്റ്റിനിലുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റുകൾ ഓപ്പൺ ആവും. അറ്റ് ദി സെയിം ടൈം നമുക്കിവിടെ മയോസിനിൽ കാണാൻ പറ്റും അല്ലേ, ഈ ഹെഡ് റീജിയനിൽ 2 സൈറ്റ്സ് ഉണ്ട്. ഒന്ന് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഉണ്ട്, ഒന്ന് ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് പോയിട്ട് ആക്റ്റിനിലേക്ക് പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ, കാൽഷ്യം റിലീസ് ചെയ്യുമ്പം ട്രോപ്പോണിൻ അവിടെ നിന്ന് മൂവ് ചെയ്ത് മാറും. ആൻഡ് ഈ ആക്റ്റിൻ അവിടുത്തെ മാസ്കിങ് മാറുമ്പോൾ നമ്മുടെ മയോസിനുമായിട്ട് ബൈൻഡിങ് നടക്കും. അപ്പോൾ ഈ മയോസിനുമായിട്ട് ബൈൻഡിങ് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം മക്കളെ? എനർജി വേണം. അപ്പോൾ ആ എനർജിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ATP ബൈൻഡിങ് സൈറ്റ് ഇല്ലേ, അവിടെ പോയി ATP ബൈൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എനർജി വേണം എന്ന് പറയില്ലേ, ആ സെയിം പ്രോസസ്സ് കാര്യം തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. അവിടെ ആ ATP ബൈൻഡിങ് സൈറ്റിൽ പോയി ATP ബൈൻഡ് ചെയ്താൽ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? നമ്മുടെ ആക്റ്റിനും മയോസിനും തമ്മിലുള്ള ബൈൻഡിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബൈൻഡിങ് നടക്കുന്നത്. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ഇത് മയോസിൻ ഫിലമെൻ്റ് ആണെങ്കിൽ ആക്റ്റിൻ ആ ഒരു മയോസിൻ ഹെഡിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പം മയോസിൻ്റെ ഹെഡ് ഇങ്ങനെ ചെരിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെ ചെരിഞ്ഞു പോകും. അതായത് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ എവിടെയാണ് നമ്മൾ കണ്ടത്? യെസ്, ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ആ ഒരു സാർക്കോമിയർ എന്ന് പറയുന്നത് അങ്ങോട്ട് ചുരുങ്ങും. ഈ ആക്റ്റിൻ ഫിലമെൻറ്റുകൾ, ഇവിടെ ഇരിക്കുന്ന ആക്റ്റിൻ ഫിലമെൻറ്റുകളുണ്ടല്ലോ, ഈ യെല്ലോ ലൈനിൽ ഞാൻ കാണിക്കാം. ഈ ആക്റ്റിൻ ഫിലമെൻറ്റുകളെല്ലാം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വരും.
ഓക്കെ. ആൻഡ് അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഐ ബാൻഡ് അങ്ങോട്ട് ചെറുതാവും അല്ലേ, ഐ ബാൻഡ് ഇങ്ങനെ ചെറുതാവും. ആൻഡ് എച്ച് സോൺ എന്ന് പറയുന്നത് വല്ലാതെ ചുരുങ്ങും. ഒന്നുമില്ലെങ്കിൽ എച്ച് സോൺ അപ്രത്യക്ഷമാവുമെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എച്ച് സോൺ ഇല്ലാതെ ആവും, അല്ലെങ്കിൽ എച്ച് സോൺ ചുരുങ്ങുമെന്ന് പറയാം. പക്ഷെ ഐ ബാൻഡിന് അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല. ആൻഡ് എ ബാൻഡ് എന്ന് പറയുന്നത് വല്ലാതെ ഇങ്ങനെ ചുരുങ്ങും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ മസിൽ കോൺട്രാക്ഷനിൽ നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മസിൽ കോൺട്രാക്ഷനിൽ നമ്മുടെ മയോസിൻ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, പക്ഷേ ആക്റ്റിനാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്റ്റിൻ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു, ഇനി അടുത്ത മയോസിൻ ഹെഡിൽ പോകുന്നു, ആക്ട് വീണ്ടും മൂവ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ ഒരു സ്ലൈഡിങ് പോലെയാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, സ്ലൈഡിങ് തിയറി എന്നും വിളിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നത് റിലാക്സ്ഡ് സ്റ്റേറ്റിൽ, ഇത് റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. അവിടെ നോക്കി എച്ച് സോൺ വലുതാണ്, ഐ ബാൻഡ് ഉണ്ട്, എ ബാൻഡ് ഉണ്ട്. ആൻഡ് ഇത് കോൺട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എച്ച് സോൺ ഇങ്ങനെ ചെറുതായി വരുന്നുണ്ടല്ലേ, എച്ച് സോൺ ഇത്രയും ചെറുതായി നേരത്തെ ഉണ്ടാകുന്നതിനേക്കാളും. ഇനി നന്നായിട്ട് മാക്സിമം കോൺട്രാക്റ്റ് ചെയ്യുന്ന ആ സമയത്ത് എച്ച് ബാൻഡിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എച്ച് സോണിന് എന്ത് സംഭവിച്ചു, ഒട്ടുമില്ലാതെയായി അല്ലേ, എച്ച് സോൺ ഇങ്ങനെ തീരെ ചെറുതായി വന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ATP ബൈൻഡ് ചെയ്തു, ADPയും PIയും ആയിട്ട് മാറി, അതായത് ഇനോർഗാനിക് ഫോസ്ഫേറ്റും ADP ആയിട്ട് മാറി, അതായത് അവിടെ ഒരു എനർജി യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫർദർ ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ മസിൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെ റിലാക്സ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്റ്റിമുലസ് നിർത്തി, ഓക്കെ നീ അത് താഴെ വെച്ചോളൂ, ഓക്കെ നിൻ്റെ റിലാക്സ് ചെയ്തോളൂ എന്ന് നമുക്കൊരു സ്റ്റിമുലസ് കിട്ടുമ്പം ഈ കാൽഷ്യം എന്ത് ചെയ്യും, തിരിച്ച് നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലോട്ട് കയറും. ഓക്കെ, അങ്ങനെ സാർക്കോമിയറിൽ നിന്ന് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ട്രോപ്പോണിൻസ് അവിടെ ഒറ്റയ്ക്കാവും. അപ്പോൾ ട്രോപ്പോണിൻസ് ഒറ്റയ്ക്കാവുമ്പോൾ അവർ എവിടെ പോയി നിൽക്കും, നേരെ ആക്റ്റിൻ ഫിലമെൻറ്റിലോട്ട് വിടും. എന്നിട്ട് ആക്റ്റിൻ ഫിലമെൻറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കും, അതായത് മയോസിൻ ബൈൻഡിങ് സൈറ്റുകളുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കയറി വീണ്ടും പഴയതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ മയോസിൻ അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മസിൽ എന്ന് പറയുന്നത് റിലാക്സ്ഡ് ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മുടെ റിലാക്സേഷൻ സംഭവിക്കുന്നത്. And repeated activation of the muscles can lead to accumulation of lactic acid due to anaerobic respiration in them. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരുപാട് നേരം ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യണം. ലൈക്ക് ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ ഇങ്ങനെ ഒരുപാട് നമ്മൾ ഓടുക ചാടുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുകയാണ്, കാർഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസിൽസിന് ഫെറ്റീഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. ഈ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലാക്റ്റിക് ആസിഡ് മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെറ്റീഗ് എന്ന് പറയുന്നത്. അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് എനേറോബിക് ബ്രേക്ക് ഡൗൺ കൊണ്ടാണ്. കാരണം അവിടെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫെറ്റീഗ്, മസിൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. and നമുക്കിനി അടുത്തതായിട്ട് രണ്ട് ടൈപ്പ് മസിൽസിനെ പറ്റിയും കൂടെ പഠിക്കാനുണ്ട്. റെഡ് മസിൽസ് ആൻഡ് വൈറ്റ് മസിൽസ്. അപ്പോൾ റെഡ് മസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ റെഡ് കളേർഡ് ആയിട്ടുള്ള മസിലാണ് റെഡ് മസിൽ എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലേ, അപ്പോൾ ഹീമോഗ്ലോബിനാണ് ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നതെങ്കിൽ മസിൽസിൽ വന്നിട്ട് നമ്മുടെ ഹീമോഗ്ലോബിന് പകരം വരുന്ന ആളാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മയോഗ്ലോബിനാണ് ഇവിടെ റെഡ് മസിൽസിന് ആ ഒരു റെഡ് കളർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ റെഡ് പിഗ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് ചില മസിൽസിൽ വളരെ ഹൈ എമൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനൊരു റെഡിഷ് അപ്പിയറൻസ് വരും മക്കളെ. അപ്പോൾ അത് അങ്ങനെയുള്ള മസിൽസിൽ ദേ കണ്ടെയ്ൻ മോർ മൈറ്റോകോൺഡ്രിയ, അവിടെ കൂടുതൽ അങ്ങനെയുള്ള റെഡ് മസിൽസിൽ കുറേ മൈറ്റോകോൺഡ്രിയ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഓക്സിജൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ദ സിന്തസിസ് ഓഫ് ATPയും കൂടുതൽ അവിടെ നടക്കും, അതായത് എനർജി സിന്തസിസും കൂടുതൽ നമുക്ക് നടക്കും. അങ്ങനെയുള്ള മസിൽസിനെ നമ്മൾ എന്ത് വിളിക്കും, എയറോബിക് മസിൽസ് എന്ന് വിളിക്കും. അപ്പോൾ റെഡ് മസിൽസ് ആണ് എയറോബിക് മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ എയറോബിക് മസിൽസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വിതൗട്ട് ഫെറ്റീഗ് കുറേ നേരം കോൺട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മുടെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വൈറ്റ് മസിൽസ് ആണ്. വൈറ്റ് മസിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തില്ല, ആ ഒരു മയോഗ്ലോബിൻ കുറവാണ് അല്ലേ, മയോഗ്ലോബിൻ വളരെ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് മയോഗ്ലോബിൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വൈറ്റിഷ് അപ്പിയറൻസിലാണ് ഈ മസിൽസ് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിൽ എന്താണ് ഉണ്ടാവുക, വളരെ സ്മോൾ നമ്പർ ഓഫ് മൈറ്റോകോൺഡ്രിയാണ് കാണാൻ പറ്റുക. അവിടെ എനർജി പ്രൊഡക്ഷനും വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മസിൽസിന് പെട്ടെന്ന് ഫെറ്റീഗ് ഉണ്ടാവും, പെട്ടെന്ന് അവർ
മടുക്കും, അതായത് ഇങ്ങനെയുള്ള മസിൽസ് പെട്ടെന്ന് ക്ഷീണിക്കുന്ന മസിൽസ് ആണ്. ആൻഡ് നമ്മൾക്ക് ആ ഒരു മസിൽസ് പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അകത്തെ സീലിയറി മസിൽസ് ഒക്കെ വൈറ്റ് മസിൽസിൽ വരുന്നതാണ്. ആൻഡ് നമ്മുടെ റെഡ് മസിൽസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഷോൾഡർ മസിൽസ് എല്ലാം റെഡ് മസിൽസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം, റെഡ് മസിലും വൈറ്റ് മസിലും. ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, കാരണം ഇത് എപ്പോഴും വൈറ്റ് മസിൽ റെഡ് മസിലിൻ്റെ കമ്പാരിസൺ ആണ് കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നത്. മയോഗ്ലോബിൻ്റെ കേസിൽ വെരി ഹൈ എമൗണ്ട് മയോഗ്ലോബിൻ എവിടെയാണ് ഉള്ളത്? റെഡ് മസിലാണ്. വെരി ലിറ്റിൽ മയോഗ്ലോബിനാണ് എവിടെയുള്ളത്? വൈറ്റ് മസിലുള്ളത്. ആൻഡ് ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഡ് മസിലിൻ്റെ ഡയമീറ്റർ കുറവും നമ്മുടെ വൈറ്റ് മസിലിൻ്റെ ഡയമീറ്റർ കൂടുതലുമാണ്. ഓക്കെ, ആൻഡ് മൈറ്റോകോൺട്രിയൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ എവിടെയാണ് കൂടുതൽ? റെഡ് മസിലിലാണ് കൂടുതൽ, വൈറ്റ് മസിലിൽ ലെസ് നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയാണ് ഉള്ളത്. ബ്ലഡ് കാപ്പിലറീസ് നമുക്കറിയാം എവിടെയാണ് കൂടുതൽ ഉണ്ടാവുക? യെസ്, നമ്മുടെ റെഡ് മസിലാണ് കൂടുതലായിട്ട് കാണുക. ആൻഡ് വൈറ്റ് മസിൽസിൽ ലെസ് നമ്പറിലായിരിക്കും ഉണ്ടാവുക അല്ലേ. ആൻഡ് അടുത്തതായിട്ട് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് റെഡ് മസിലിൽ വളരെ കുറവാണ്, ആൻഡ് വൈറ്റ് മസിലിൽ കൂടുതലാണ്. അപ്പം വൈറ്റ് മസിലിൽ കൂടുതലായിട്ടുള്ള ഒന്നാണ് നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഫറ്റീഗ് വരുന്നത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഡ് മസിലിൽ പെട്ടെന്നൊന്നും വരത്തില്ല അല്ലേ, കുറേ പ്രൊലോങ്ഡ് ടൈം നമുക്ക് ഫറ്റീഗ് ഒന്നും ഇല്ലാതിരിക്കും. ആൻഡ് വൈറ്റ് മസിൽസിൽ ക്വിക്ലിയാണ് ഫറ്റീഗ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വൈറ്റും റെഡ് മസിലിനെയും പറ്റി പറയാനുള്ളത്. നമ്മുടെ മസിൽസിൻ്റെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ് സ്കെലിറ്റൻ. യെസ്, ബോൺസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്കെലിറ്റൽ സിസ്റ്റം അല്ലേ, നമ്മുടെ ബോഡിയിൽ എത്ര സ്കെലിറ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ബോൺസ് ഉണ്ട് മക്കളെ? യെസ്, 206 ബോൺസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്. അപ്പോൾ നിങ്ങളിത് കുഞ്ഞു ക്ലാസ്സിലെ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ആൻഡ് എ ഫ്യൂ കാർട്ടിലേജസും അതുപോലെ തന്നെ ബോൺസും ചേർന്നിട്ടാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. അതെന്തിനാണ്? ഇൻറ്റേർണൽ ഓർഗൻസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കൊടുക്കുന്നതൊക്കെ ഈ ഒരു സ്കെലിറ്റൽ സിസ്റ്റമാണ്. ആൻഡ് നമുക്കിവിടെ 2 ടൈപ്പ് ഓഫ് സോൾട്ട്സ് പഠിക്കാനുണ്ട്. ഒന്ന് കോൺട്രോയിറ്റിൻ സോൾട്ട്സും പിന്നെ ഓസ്റ്റിറ്റിൻ സോൾട്ട്സുമാണ്. കോൺട്രോയിറ്റിൻ സോൾട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു കാർട്ടിലേജിൽ കാണപ്പെടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സോൾട്ടിനെയാണ് കോൺട്രോയിറ്റിൻ സോൾട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓസ്റ്റിറ്റിൻ സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോൺസിൽ കാണപ്പെടുന്നതിനെയാണ്. ആൻഡ് നമ്മുടെ ഹ്യൂമൻ സ്കെലിറ്റൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വരുന്ന ഭാഗങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വൽ സ്കെലിറ്റൻ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ ആണ് നമ്മുടെ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആക്ച്വൽ സ്കെലിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മുടെ ഈ കാണുന്ന തലയോട്ടി ഇല്ലേ, തലയോട്ടി, യെസ്, ഈ തലയോട്ടി, പിന്നെ അതിനോട് ചേർന്ന് കാണപ്പെടുന്ന ആ സ്റ്റേണം എന്ന് പറയുന്ന ഭാഗം, റിബ്സ് എന്ന് പറയുന്ന ഈ ഭാഗം, ആൻഡ് ഈ ഒരു വെർട്ടിബ്രൽ കോളം, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആക്ച്വൽ സ്കെലിറ്റലിൽ വരുന്നത്. ഓക്കെ, ഇനി അപ്പൻഡിക്കുലർ സ്കെലിറ്റലിൽ എന്താ വരുന്നത്? ഈ ലിംസ് അല്ലേ, ഈ ലിംസ് വരുന്നുണ്ട്. പിന്നെ ഈ പെൽവിസ് റീജിയൻ കണ്ടില്ലേ, ഇവിടെ വരുന്ന, പിന്നെ ഷോൾഡർ റീജിയൻ ആൻഡ് നമ്മുടെ ലോവർ ലിംസ്, ഇതെല്ലാമാണ് നമ്മുടെ അപ്പൻഡിക്കുലർ സ്കെലിറ്റലിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ആക്ച്വൽ സ്കെലിറ്റലാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് 80 ബോൺസ് ആണ് മക്കളെ. 80 ബോൺസ് ആണ് നമ്മുടെ ആക്ച്വൽ സ്കെലിറ്റലിൽ വരുന്നത്. ഇതിൽ 29 ബോൺസ് നമ്മുടെ സ്കള്ളിലാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ബോൺസ് ആണ് പ്രത്യേകം നോട്ട് ചെയ്തോളാം. ഫസ്റ്റ് വൺ ഇസ് ക്രേനിയൽ ബോൺസ്. ക്രേനിയൽ ബോൺസ് വരുന്നത് 8 ബോൺസ് ആണ് കേട്ടോ. 8 എണ്ണാണ് ക്രേനിയൽ ബോൺസിൽ വരുന്നത്. ദെൻ ഫേഷ്യൽ ബോൺസ്, നമ്മുടെ മുഖത്ത് വരുന്ന ബോൺസ് അല്ലേ, അത് എത്ര ഉണ്ട്? 14 ബോൺസ് ഉണ്ട്. അപ്പോൾ 8 + 14 ഇനി ഹയോയിഡ് ബോൺ എന്ന് പറയുന്ന ഒരു ബോൺ വരുന്നുണ്ട്, നമ്മുടെ നാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബോണാണ്, അത് 1 വരുന്നുള്ളൂ അല്ലേ. ദെൻ അടുത്തായിട്ട് ഇയർ ഓസിക്കിൾസ്, നമ്മുടെ 2 ഇയറിലായിട്ട്, നമുക്ക് 2 ഇയർ ഉണ്ടല്ലോ എല്ലാവർക്കും ഇല്ലേ? 2 ഇയർ തപ്പി നോക്ക്. ഓക്കെ, 2 ഇയർ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു ഇയറിനകത്ത് 3 ബോൺസാണ് വരുന്നത്. നമ്മുടെ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ബോൺസ് അല്ലേ. അതിനകത്ത് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ബോണാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ബോണുകളും 2 എണ്ണത്തിലും വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ബോൺ വരുന്നുണ്ട്? 6 ബോൺസ് അവിടെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം ടോട്ടൽ എത്രയാണ്? 29. മൊത്തവും ടോട്ടലും 1ആണ്. അപ്പോൾ ടോട്ടൽ 29 ബോൺസ് ആണ് നമ്മുടെ എവിടെ വരുന്നത്? സ്കള്ളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സ്കള്ളിൽ വരുന്ന ബോൺസ് ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പോൾ സ്കള്ളിൽ വരുന്ന ബോൺസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഏതൊക്കെയാണ് നമ്മുടെ സ്കള്ളിലെ ബോൺസ് എന്ന്. ഫ്രോണ്ടൽ ബോൺ, പെരൈറ്റൽ ബോൺ, ടെമ്പറൽ ബോൺ, ഓക്സിപിറ്റൽ ബോൺ,
പിന്നെ ഓക്സിപിറ്റൽ കോൺട്രൈറ്റ് എന്ന് പറയുന്നത് ആ റീജിയനിൽ കാണപ്പെടുന്ന ആ ഒരു ഓട്ടയാണ് കേട്ടോ. നമ്മുടെ സ്പൈനൽ കോഡിനെല്ലാം കടന്നു പോകാൻ പറ്റുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ഓക്സിപിറ്റൽ കോൺട്രൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബോൺസ് ആണ് നമുക്കിവിടെ വരുന്നത്. ആൻഡ് അടുത്തായിട്ട് നമ്മുടെ ഫേഷ്യൽ ബോൺസ് വരുന്നില്ലേ, അതാണ് നമ്മുടെ സ്ഫിനോയിഡ് ബോൺ, എത്തിമോയിഡ് ബോൺ, ലാക്രിമൽ ബോൺ, നെയ്സൽ ബോൺ ഒക്കെ നമ്മുടെ ഫേഷ്യൽ ബോൺസിൽ വരുന്നതാണ്. സൈഗോമാറ്റിക് ബോണൊക്കെ ഈ ഫേഷ്യൽ ബോൺസിൽ വരുന്ന ഒരേ ഒരു ബോണാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്കള്ളിൽ വരുന്ന ടോട്ടൽ ബോൺസിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബോണാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ താടിയിലുണ്ടല്ലോ, ഇത് മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ബോൺസ് നമുക്കിവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ താടിയിൽ മൂവ് ചെയ്യുന്നതുകൊണ്ടല്ലോ നമുക്ക് സംസാരിക്കാൻ വരെ പറ്റുന്നത് അല്ലേ. ആൻഡ് ദെൻ ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ നാക്കിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ബോണാണ്. അങ്ങനെ ടോട്ടൽ എത്ര ബോണാണ്? 29 ബോൺസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് നമ്മുടെ വേർട്ടിബ്രൽ കോളത്തിലേക്കാണ്. വേർട്ടിബ്രൽ കോളം അല്ലേ അടുത്തായിട്ട് വരുന്ന ഈ കാണുന്നതാണ് നമ്മുടെ വേർട്ടിബ്രൽ കോളം. അതിനകത്ത് തന്നെ നമുക്ക് എത്ര ബോൺസ് കാണാൻ പറ്റും? 26 ബോൺസ് കാണാൻ പറ്റും. അപ്പോൾ 29 + 26 ആയല്ലേ, 29 + 26 ബോൺസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഭാഗങ്ങൾ? സെർവിക്കൽ, തൊറാസിക്കൽ, ലംബാർ, സാക്രൽ, ഇത്രയും റീജിയൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഏതൊക്കെയാണ്? സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രൽ. അപ്പോൾ ഇതിനകത്ത് ഈ പേര് വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ബോൺസും വരുന്നത്. സെർവിക്കൽ വെർട്ടിബ്രയിൽ, അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഒരു റീജിയനിലുള്ള വെർട്ടിബ്രയിൽ വരുന്നത് എത്ര ബോൺസ് ആണ്? അപ്പം നമ്മുടെ സെർവിക്കൽ ബോൺസ് അല്ലെങ്കിൽ സെർവിക്കൽ വെർട്ടിബ്രയിൽ എത്ര ബോൺസാണ് വരുന്നത് നോക്കിക്കോ. 7 ബോൺസ് ആണ് അവിടെ വരുന്നത്. ആൻഡ് അടുത്ത റീജിയൻ ആണ് തൊറാസിക് വെർട്ടിബ്രേ എന്ന് പറയുന്നത് അല്ലേ, അവിടെ 12 ബോൺസ് ആണ് വരുന്നത്. അപ്പോൾ സെർവിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കഴുത്തിൻ്റെ റീജിയൻ ആണെന്ന് പ്രത്യേകം ഓർക്കണം. അവിടുത്തെ ഫസ്റ്റ് ബോണിൻ്റെ പേരെന്താ? അറ്റ്ലസ് എന്നാണ് നമുക്ക് അവിടെ കാണുന്ന ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേര്. ഓക്കെ, അങ്ങനെ ആ ബോൺസിൽ നമ്മുടെ വെർട്ടിബ്രയിലുള്ള ബോൺസിനെ നമ്മൾ വെർട്ടിബ്രേ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അവിടെ നമ്മുടെ വിറ്റ് ഈസ് ആർട്ടിക്കുലേറ്റ് വിത്ത് ഓക്സിപിറ്റൽ കോൺട്രൈൽസ്, ആ ഓക്സിപിറ്റൽ കോൺട്രൈൽസുമായിട്ടാണ് അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കുലേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് പറയുന്നത് എന്താണ്? ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ബോണിൻ്റെ പേരാണ് ആക്സസ് ബോൺ. അപ്പോൾ അറ്റ്ലസും ആക്സസും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബോൺസ് ആണ്. അപ്പോൾ അടുത്തായിട്ട് തൊറാസിക് വെർട്ടിബ്രയിൽ 12 ബോൺസ് ആണ് വരുന്നത്. അതായത് നമ്മൾ തൊറാസിക് റീജിയനിൽ കാണപ്പെടുന്നതാണ് ഈ ഒരു ബോൺസ്, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ലംബാർ റീജിയൻ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെയും കുറച്ച് താഴോട്ടാണ് നമ്മുടെ ലംബാർ റീജിയൻ പോകുന്നത്. ഞാനിങ്ങനെ തിരിഞ്ഞു കാണിക്കണ്ടല്ലോ, നമുക്കിവിടെ കാണാമല്ലോ ലംബാർ റീജിയൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ലംബാർ റീജിയനിൽ എത്ര ബോൺസ് ആണ് വരുന്നത് മക്കളെ? യെസ്, 5 ബോൺസ് ആണ് നമ്മുടെ ലംബാർ റീജിയനിൽ വരുന്നത്. ആൻഡ് അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ സാക്രൽ ബോൺസ് അല്ലേ. സാക്രൽ വെർട്ടിബ്രേ എന്ന് പറയുന്നത് 1 ആണ് ബോൺ ആയിട്ട് വരുന്നത്. അത് നമ്മൾ ആ ഒരു ലാർവൽ സ്റ്റേജിൽ, അല്ലെങ്കിൽ നമ്മൾ ലാർവൽ സ്റ്റേജിൽ നമുക്ക് എംബ്രിയോണിക് സ്റ്റേജ് ആണുള്ളത്. എംബ്രിയോണിക് സ്റ്റേജിലായിരുന്നപ്പോൾ അത് കുറച്ചധികം ബോൺസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 5 ബോൺസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം കൂടെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് അഡൽട്ട് ആവുമ്പം സാക്രൽ ബോണായിട്ട് 1 ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി കോക്സിജിയൽ എന്ന് പറയുന്ന ആ താഴോട്ടുള്ള ഭാഗത്ത് വരുന്ന ബോണാണ്. ഒരു വെർട്ടിബ്രേ ആണ് അവിടെ വരുന്നത്. ഓക്കെ, 1 വെർട്ടിബ്രേ ആണ് നമുക്ക് ആ കോക്സിജിയൽ പൊസിഷനിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് ഈ വെർട്ടിബ്രൽ കോളത്തിൽ 26 ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ റിബ്സ്, നമുക്ക് ഒട്ടും സംശയം വേണ്ട, എത്ര ബോൺസ് ആണ്? 24 ബോൺസ് ആണ് നമുക്ക് റിബ്സ് റീജിയനിലായിട്ട് കാണാൻ പറ്റുക. അതായത് 12 പെയർ ഓഫ് റിബ്സ് ആണ് നമുക്ക് മാനിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് അത് തന്നെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, വിച്ച് ഇസ് ട്രൂ റിബ്സ്. 7 പെയർ റിബ്സ് അല്ലേ. ട്രൂ റിബ്സ് ഉണ്ട്, ഫോൾസ് റിബ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് റിബ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ട്രൂ റിബ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 7 പെയറാണ് മക്കളെ. അപ്പോൾ ആദ്യത്തെ 7 പെയർ എന്ന് പറയുമ്പം ഇത് കണ്ടില്ലേ, നമ്മുടെ സ്റ്റേണവുമായിട്ടാണ്, ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേണവുമായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ വെർട്ടിബ്രൽ കോളവും ഫ്രണ്ടിൽ സ്റ്റേണവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേണത്തിൽ കംപ്ലീറ്റ് ആയിട്ടും അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ട്രൂ റിബ്സ്. ആൻഡ് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം അല്ലേ, ഒരു പാർഷ്യൽ അറ്റാച്ച്മെൻറ്റ് കാണാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. ആൻഡ് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേണവുമായിട്ട് അറ്റാച്ച് ചെയ്യാത്തതാണ് 3 പെയർ ഓഫ് ഫോൾസ് റിബ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെയായിട്ട് ഇങ്ങനെ കിടക്കുന്ന 2 പെയർ ഓഫ് ബോൺസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ബോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന്
പറയുന്നത്. അതിങ്ങനെ പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാതെ എവിടെയും ആർട്ടിക്കുലേറ്റ് ചെയ്യാതെ ഇരിക്കുന്ന ബോൺസ് ആണ് കേട്ടോ. ഇനി സ്റ്റേണം എന്ന് പറയുന്ന ഈ ബോൺ അല്ലേ, ഇത് ഒറ്റൊരു ബോണാണ് നമ്മുടെ വരുന്നത്, നമ്മുടെ ആ ഒരു നെഞ്ചിൻ്റെ റീജിയനിൽ വരുന്ന ബോണാണ്. ബ്രസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്ന ബോണാണ് സ്റ്റേണം എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടലായിട്ട് നമ്മുടെ ആക്ച്വൽ സ്കെലിറ്റനിൽ 80 ബോൺസ് ആണ് വരുന്നത്. ദെൻ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ ആണ്. അതായത് നമ്മുടെ കൈകൾ, കാലുകൾ അല്ലേ, ലിംസ് ആണ്, ലോവർ ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ് അല്ലേ. അതിനകത്ത് വരുന്ന ബോൺസ് ടോട്ടൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 126 ബോൺസാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയും ബോൺസിൻ്റെ എണ്ണം പഠിക്കണമല്ലോ എന്ന്. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. കാരണം എന്താണ്, ലിംബ് ബോൺസിൽ നമ്മുടെ 4 ലിംബിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് അറിയാമോ? 30. ഈ കയ്യിൽ 30, ഈ കയ്യിൽ 30, ഈ കാലിൽ 30, ഈ കാലിൽ 30. അപ്പോൾ മൊത്തം എത്രയായി? 120 ആയി അല്ലേ. ഇനി ഒരു 6 ബോൺസും കൂടെ നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ ഈ 6 ബോൺസ് ഇരിക്കുന്നത് എവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് നോക്കാം. യെസ്, നമ്മുടെ കൈകൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 4 ലിംസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റീജിയൻ അല്ലേ, അതിന് നമ്മൾ ഗേർഡിൽസ് എന്നാണ് പറയുന്നത്. നമ്മുടെ കൈയുമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ ഗേർഡിൽസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് പെൽവിക് ആയിട്ടുള്ള ഗേർഡിലും ഉണ്ട്, പെക്ടോറിയൽ ഗേർഡിലും ഉണ്ട്. അപ്പോൾ പെക്ടോറിയൽ ഗേർഡിലാണ് നമ്മുടെ കൈകളിൽ വരുന്നത്. പെൽവിക് ഗേർഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ പെക്ടോറിയൽ ഗേർഡിൽ നോക്കോളൂ, ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല എന്ന് പറയുന്ന 2 ബോൺസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 2 ബോൺസ് ഇവിടെ വരുന്നു, 2 ബോൺസ് ഇവിടെ വരുന്നു. ആൻഡ് താഴെ നമ്മുടെ ആ ഒരു നമ്മുടെ പെൽവിക് റീജിയനിൽ ഒരേ ഒരു ബോണാണ് വരുന്നുള്ളൂ. അങ്ങനെ ടോട്ടൽ നമുക്ക് 6 ബോൺസ് ആണ് ഇതുമായിട്ട് ചേർന്ന് വരുന്നത്, കൈയും കാലും ഒഴികെ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലാവിക്കിളും സ്കാപ്പുല എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഈ പെൽവിക്കിലെ പെക്ടോറൽ ഗേർഡിലാണ് കാണുന്നത്. പെൽവിക് ഗേർഡിൽ നമുക്ക് കാണപ്പെടുന്ന ഗേർഡിൽ ബോൺസ് ആണ് അല്ലേ, പെൽവിക് ഗേർഡിലും പെക്ടോറൽ ഗേർഡിലും. അതിനകത്ത് ഇലിയം, ഇഷിയം, പ്യൂബിക്സ് എന്ന് പറയുന്ന ഒരു 3 റീജിയൻസ് ഉണ്ട്. അതിനെ നമ്മൾ അസറ്റാബുലം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പെക്ടോറൽ ഗേർഡിൽ നോക്കോളൂ, ക്ലാവിക്കിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ കോളർ ബോൺ ഉണ്ടല്ലോ, ബ്യൂട്ടി ബോൺ എന്നൊക്കെ നിങ്ങൾ വിളിക്കില്ലേ, അതാണ് നമ്മുടെ ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ബോണിനെയാണ് സ്കാപ്പുല എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ കോളർ ബോണാണ് ക്ലാവിക്കിൾ. പെൽവിക് ഗേർഡിലായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്? 3 ബോൺസ് ഫ്യൂസ് ചെയ്തിട്ട് ഒറ്റൊരു ബോണായിട്ട്, ഒരു കോക്സൽ ബോണായിട്ട് മാറുന്നുണ്ട്. ആൻഡ് അതാണ് 3 ബോൺസ് ഫ്യൂസ് ചെയ്തതിൻ്റെ പേര് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഇലിയം, ഇഷിയം, പ്യൂബിസ് എന്നാണ് അതിൻ്റെ പേര്. ആൻഡ് ഇവിടെ 2 നമ്മുടെ പെൽവിക് റീജിയനിൽ അങ്ങനെ 2 ബോൺസ് ആണ് വരുന്നത്. 2 റീജിയനിലുമായിട്ട്, 2 കാലുകളിലേക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റീജിയൻസ് ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ബോൺസിൻ്റെ എണ്ണം വരുന്നത്. അപ്പോൾ ബോൺസിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? ആൻഡ് ഓൾസോ നമ്മുടെ ബോൺസിൻ്റെ എണ്ണം പറയുമ്പോൾ നമ്മുടെ കൈകളിലെയും കാലുകളിലെയും ലിംബ് ബോൺസിൻ്റെ പേരുകളും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? നമ്മുടെ ഹൈൻഡ് ലിംബ്, അതായത് ഹാൻഡ്സ് അല്ലേ, ഹാൻഡ്സിൽ ടോട്ടൽ 30 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് വരുന്നത് ഹ്യൂമറസ്, ഫസ്റ്റ് വൺ ഹ്യൂമറസ്, ഇവിടെ കാണുന്ന ബോണാണ് ഹ്യൂമറസ്. ഇതിന് ശേഷം നമുക്ക് വരുന്നതാണ് റേഡിയസ്, അൾന എന്ന് പറയുന്ന 2 ബോൺസ്. അതിൻ്റെ കൂടെ കാർപ്പൽസ് ഉണ്ട്. കാർപ്പൽസ് എന്ന് പറയുന്ന ബോൺ നമ്മുടെ ഈ റിസ്റ്റ് റീജിയനിൽ കാണപ്പെടുന്ന ബോൺസാണ്. ആൻഡ് മെറ്റാ കാർപ്പൽസ് എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പത്തിക്കകത്ത് കാണുന്നതാണ്. ഫാലഞ്ചസ് എന്ന് പറയുന്ന 5 എണ്ണം എവിടെയാണ് കാണപ്പെടുക? നമ്മുടെ വിരലുകളിൽ കാണപ്പെടുന്നതാണ്. ഇനി നമ്മൾ കാലുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഹൈൻഡ് ലിംസ് എടുക്കുകയാണെങ്കിൽ ഫീമർ എന്ന് പറയുന്ന വലിയ ബോണാണ്, നമ്മുടെ തുടയെല്ല് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബോൺ കേട്ടോ. അപ്പോൾ ഈ ബോൺ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാറ്റല്ല, നമ്മുടെ മുട്ടില്ലേ, പാറ്റല്ല എന്ന് പറയുന്ന ഒരു ബോൺ വരുന്നുണ്ട്. ആൻഡ് അവിടെ അതിനുശേഷം ടിബിയ, ഫിബുല എന്ന് പറയുന്ന 2 ബോൺസ് ആണ് നമ്മുടെ കാലിൽ വരുന്നത്. മുട്ടിന് ശേഷം വരുന്ന 2 ബോൺസ് ഉണ്ട്. പിന്നെ 7 ടാർസൽസ്, നമുക്ക് നമ്മുടെ ആങ്കിൾ റീജിയനിൽ കാണപ്പെടുന്നതിനെ ടാർസൽസ് എന്നാണ് വിളിക്കുന്നത്. 7 ടാർസൽസ് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് നമ്മുടെ കാൽപ്പത്തിയിൽ എന്താണ് കാണാം? 5 മെറ്റാ ടാർസൽസ് കാണാം. ആൻഡ് അവിടെ വിരലുകളിലായിട്ട് 14 ഫാലഞ്ചസ് കാണാം. ഇങ്ങനെയാണ് ടോട്ടലി 30 ബോൺസ് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? പെൽവിക് ഗേർഡിലെയും പെക്ടോറൽ ഗേർഡിൻ്റെയും ആ ഒരു ബോൺസിൻ്റെ എണ്ണവും നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോൺസിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ ജോയിൻസ് ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ജോയിൻസ് എന്ന് പറയുന്നത് നമുക്ക് 3 ടൈപ്പ് ജോയിൻസ് ആണ് വരുന്നത്. 1 is ഫൈബ്രസ് ജോയിൻറ്റ്, 2nd one is cartilaginous joint, and 3rd one
സൈനോവിയൽ ജോയിൻറ്റ്. അപ്പം ഫൈബ്രസ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് അനക്കാൻ പറ്റില്ല, ഇളക്കാൻ പറ്റാത്ത ജോയിൻ്റ് ആണ് ഫൈബ്രസ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് എവിടെയാണ്? യെസ്, തലയോട്ടി അല്ലെങ്കിൽ സ്കള്ളിൽ കാണപ്പെടുകയാണ്. അപ്പം നമ്മുടെ സ്കള്ളിങ്ങനെ ഇളക്കിയാൽ ഇളകാൻ പറ്റുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രെയിൻ എന്ന് പറയുന്നതൊക്കെ പെട്ടെന്ന് നാശമായി പോകത്തില്ലേ? അതായത് ബ്രെയിനിന് പെട്ടെന്ന് ഡാമേജ് സംഭവിക്കില്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു ബോൺസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ചലിക്കാൻ പറ്റാത്ത ബോൺസ് ആണ് കേട്ടോ. ആൻഡ് നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കാർട്ടിലേജിനസ് ബോൺസ് ആണ്. അതിന് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ബോണാണ്, ചെറുതായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്തതാണ് സൈനോവിയൽ ജോയിൻറ്റ്. സൈനോവിയൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൂവ് ചെയ്യുന്ന ജോയിൻറ്റ്സ് എല്ലാം സൈനോവിയൽ ജോയിൻ്റ് ആണ്. എങ്ങനെയാലും നമ്മൾ പല രീതികളിൽ മൂവ് ചെയ്യുന്ന ജോയിൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എനി മൂവ്മെൻറ്റ്സ് അലോ ചെയ്യാത്ത, ഒരു മൂവ്മെൻറ്റ്സും അലോ ചെയ്യാത്തതാണ് ഫൈബ്രസ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. കാർട്ടിലേജിനസ് ജോയിൻറ്റ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അലോ ചെയ്യുന്നതാണ്. അത് നമ്മുടെ വെർട്ടിബ്ര ഇല്ലേ, നമ്മുടെ കഴുത്തിൻ്റെ ഈ ഒരു വെർട്ടിബ്രൽ റീജിയൻ, നമുക്ക് ചെറുതായിട്ട് കുനിയാനും നിവരാനൊക്കെ പറ്റുന്ന ആ ഒരു ബോൺസ് അല്ലേ, അവിടെ വരുന്നതാണ് നമ്മുടെ കാർട്ടിലേജിനസ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സൈനോവിയൽ ജോയിൻറ്റ്സിൽ കുറേ പേര് വരുന്നുണ്ട്. നമുക്ക് ആ സൈനോവിയൽ ജോയിൻറ്റ്സിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. വൺ ഇസ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു സോക്കറ്റ് ആണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ബോൾ ഇട്ടിട്ട് ഇങ്ങനെ കറക്കില്ലേ, അങ്ങനത്തെ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ്. ആ മൂവ്മെൻറ്റ് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? യെസ്, നമ്മുടെ ഷോൾഡറിൽ, നമ്മുടെ ഷോൾഡർ ഇങ്ങനെ നമുക്ക് കറക്കാനായിട്ട് പറ്റും. അതുപോലെ ഹിപ്പ് ജോയിൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാതിൽ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യില്ലേ, അതൊരു ഡയറക്ഷനിലോട്ടാണ് നമുക്ക് അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഏതാണ്? നമ്മുടെ എൽബോ ജോയിൻ്റ്. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് മടക്കാനായിട്ട് പറ്റില്ല. അതേപോലെയാണ് നമ്മുടെ നീലും. ശ്രദ്ധിച്ച് നോക്കിയാൽ നീ നമ്മൾ ഒരു സ്ഥലത്തേക്ക് മടക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഫ്രണ്ടിലോട്ട് മടക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ പൈവോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബോൺ ഉണ്ടല്ലോ, നമ്മുടെ അറ്റ്ലസും ആക്സിസും തമ്മിലുള്ള ആ ഒരു ജോയിൻ്റ് ആണ് മക്കളെ പൈവോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എങ്ങനെയൊക്കെ ഇങ്ങനെ ഫ്രീലി ഇങ്ങനെ മൂവ് ചെയ്യാം അല്ലേ, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോയിൻ്റ് ആണ് പൈവോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു ജോയിൻ്റ് ഉണ്ട്, ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ്, വിച്ച് ഇസ് തെന്നി മാറുന്ന ജോയിൻറ്റുകളാണ്. നമുക്കത് റിസ്റ്റ് റീജിയനിലൊക്കെ കാണാൻ പറ്റുന്ന റിസ്റ്റ് ബോൺ ഇങ്ങനെ തെന്നി കളിക്കുന്ന മൂവ്മെൻറ്റ് അല്ലേ, അപ്പോൾ അതിനെയാണ് നമ്മുടെ ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് സാഡിൽ ജോയിൻറ്റ്സ് ആണുള്ളത്. അതെവിടെയാണ് കാണപ്പെടുന്നത്? കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, തമ്പ്, ഈ ഒരു റീജിയനിൽ വരുന്ന ആ ഒരു ജോയിൻ്റ് ആണ് സാഡിൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ്സ് ഏതൊക്കെയാണ് മക്കൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് അതിൻ്റെ റീജിയൻസ്, നിങ്ങൾ ആ ഒരു എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എന്നുള്ളതും എന്തായാലും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ആ ഒരു ഏരിയയിൽ നിന്ന്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പോർഷനിലോട്ട് വരികയാണ്. നമ്മുടെ ഡിസോർഡേഴ്സ് ഓഫ് മസ്കുലർ ആൻഡ് സ്കെലിറ്റൽ സിസ്റ്റം, മസിൽസിനെയും സ്കെലിറ്റൽ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന കുറച്ച് അസുഖങ്ങൾ. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് എന്താണ്? മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്ന അസുഖം. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ബോഡിയിലുള്ള സെൽസിനെ നശിപ്പിക്കുകയാണ്. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ബോഡി സെൽസിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു ന്യൂറോ മസ്കുലർ ജംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഇത് കാരണം എന്തൊക്കെ സംഭവിക്കാം? ഫെറ്റീഗ് സംഭവിക്കാം, വീക്കനിങ് സംഭവിക്കാം, പാരലൈസിസ് ഓഫ് സ്കെലിറ്റൽ മസിൽസ്, നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് പാരലൈസ് ആവാനും ഈ മയസ്തീനിയ ഗ്രാവിസ് മൂലം സംഭവിക്കാം കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഡിസീസാണ്. അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ആൻഡ് ഇത് കാരണം നമുക്ക് ആ ഒരു മസിൽസിനെ ഒന്നും മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന മൂവ്മെൻറ്റ്. അതായത് നമ്മുടെ ആ ഒരു മസിൽസിന് ഒട്ടും സ്ട്രെങ്ത് ഉണ്ടാവില്ല, നമുക്ക് ഒരു കാര്യങ്ങൾക്കും മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൻ നമ്മൾ ഭക്ഷണം പോലും ശരിക്കും കഴിച്ചാൽ അത് ഇറക്കാനായിട്ട്, അതൊരു മസ്കുലർ മൂവ്മെൻറ്റ് അല്ലേ, അതുവരെ നടക്കാത്തൊരു ഡിസീസാണ് അല്ലെങ്കിൽ ഡിസോർഡർ ആണ് നമുക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ടെക്ടനി എന്ന് പറയുന്ന ആ ഒരു ഡിസീസ്. അതെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റാപ്പിഡ് സ്പാസംസ് ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായ കോൺട്രാക്ഷൻസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? ലോ കാൽഷ്യം ഇൻ ബ്ലഡ് വെസൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ലോ കാൽഷ്യം ലെവൽ ആകുമ്പോഴാണ് നമുക്ക് ഈ ടെറ്റനി എന്ന് പറയുന്ന അസുഖം വരുന്നത്. ആൻഡ് നമുക്ക് അടുത്തായിട്ട് അറിയാവുന്ന ഒരു അസുഖമാണ് ആർത്രൈറ്റിസ് അല്ലേ. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? ജോയിൻസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു വീക്കം, നീര്, അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന അണുബാധ എന്നൊക്കെ നമുക്ക് പറയാം.
അതാണ് ഒരു ബോൺ ഡിസോർഡർ ആണ്, അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് കാണപ്പെടുന്നത് ഓസ്റ്റിയോപോറോസിസ് ആണ്. ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. കാരണം കുറച്ച് പ്രായമായ സ്ത്രീകളിൽ എന്താവും, ഈസ്ട്രജൻ്റെ ലെവലൊക്കെ കുറയാൻ തുടങ്ങും. അവിടെ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബോൺസിൽ നിന്നും കാൽഷ്യം ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് വരും, ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയുമ്പം. അങ്ങനെ അവിടെ നമ്മുടെ ബോൺസിലെല്ലാം പോഴ്സ് പോലെ ഫോം ചെയ്യും. അതാണ് നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഡിസീസ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഗൗട്ട് എന്ന് പറയുന്ന ഡിസീസാണ്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതും ഇൻഫ്ലമേഷൻ ഇൻ ജോയിൻസ്, അല്ലെങ്കിൽ ജോയിൻസിൽ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്തതുകൊണ്ട്, അത് ക്രിസ്റ്റൽസ് ഫോമിൽ യൂറിക് ആസിഡ് നമ്മുടെ ഒരു റീജിയനിൽ, അല്ലേ, ഈ ഒരു ജോയിൻറ്റ് റീജിയനിൽ, ജോയിൻസ് എന്ന് പറയുമ്പോൾ കൈകളുടെയും കാലുകളുടെയും ഒക്കെ ജോയിൻസിൽ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ വരുന്ന അസുഖമാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അസുഖങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാപ്റ്ററാണിത്. എല്ലാ മക്കൾക്കും നല്ല മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.